والذين آمنوا وعملوا الصالحات سندخلهم جنات تجري من تحتها الأنهار خالدين فيها أبدا وعد الله حقا ومن أصدق من الله قيلا والذين آمنوا ഒരു കൂട്ടം ആളുകൾ അവർ സത്യവിശ്വാസം സ്വീകരിച്ചു വഅമിലു സ്വാലിഹാത്ത് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചു സനുദ്ഖിലുഹും ജന്നാത്ത് അവർ നാം സമുന്നത ആരാമങ്ങളിൽ പ്രവേശിപ്പിക്കുന്നതാണ് തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ അതിന്റെ അടിവാരങ്ങളിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഖാലിദീന ഫീഹാ അബദാ അതിലവർ ശാശ്വതരായി കഴിയുന്നതാണ് വഅദല്ലാഹി ഹഖ്ഖാ ഇത് പടച്ചവന്റെ സത്യമായ വാഗ്ദാനമാണ് വമൻ അസ്ദഖു മിനല്ലാഹി ഖീലാ അല്ലാഹുവിനേക്കാളും വാചകത്തിൽ സത്യസന്ധനായി ആരാണുള്ളത്? ബഹുദൈവാരാധനയുടെ അപകടത്തെക്കുറിച്ചും അതിന്റെ അവസ്ഥകളെക്കുറിച്ചും ശക്തമായി ഉത്ബോധിപ്പിച്ചതിനു ശേഷം പടച്ചവൻ സത്യത്തിന്റെ രാജപാതയായ ഉന്നത ധർമ്മത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അത് പരിശുദ്ധ ഖുർആനും പ്രവാചകനും യഥാർത്ഥ പ്രബോധകന്മാരും ആരെയെങ്കിലും വിമർശിക്കുന്നത് അവരോടുള്ള പകയും വിദ്വേഷവും തീർക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് അവർ അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി നേർമാർഗത്തിലേക്ക് വരുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് പടച്ചവൻ ബഹുദൈവാരാധനയുടെ കടുപ്പത്തെപ്പറ്റി ശക്തവും വ്യക്തവുമായ ഭാഷയിൽ ഉണർത്തിയതിനു ശേഷം സ്വർഗത്തിലേക്കുള്ള പാത തുറന്നു കാട്ടുന്നു. വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ ദുർവാശിയുടെ പേരിൽ പാപത്തിന്റെ മേൽ ശിക്ഷ ലഭിക്കും എന്നതിന്റെ പേരിൽ സത്യത്തെ കൈയൊഴിയുന്നവരെ, എന്തെങ്കിലും നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ ധർമ്മപാതയെ അവഗണിക്കുന്നവരെ, മാത്രമല്ല അപകടത്തിലേക്കും നാശത്തിലേക്കും കുഴപ്പങ്ങളിലേക്കും എടുത്ത് ചാടുന്നവരെ, നിങ്ങൾ അതിനു പകരം നല്ലവരിലേക്ക് വരിക, നല്ലവരുമായി നിങ്ങൾ അടുക്കുക. അതിനെന്ത് ചെയ്യണം? അവരുടെ ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അവരുടെ ഗുണങ്ങൾ എന്താണ്? രണ്ട് കാര്യങ്ങൾ. 100 കാര്യങ്ങളും 1000വുമില്ല. രണ്ട് കാര്യം. വല്ലദീന ആമനൂ വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽ വിശ്വസിക്കുക. അത് പ്രധാനമായും 2 കാര്യങ്ങൾ. ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാധനകൾക്കർഹൻ ഏകനായ സർവാധികാരിയായ സർവലോക സൃഷ്ടാവായ
ഉന്നത പരിപാലകനായ പടച്ചവനിൽ വിശ്വസിച്ച് ആ പടച്ചവനെ മാത്രം ആരാധിക്കുക. 2, ആ പടച്ചവൻ നിയോഗിച്ച പ്രവാചകനിൽ വിശ്വസിച്ച് ആ പ്രവാചകനെ അംഗീകരിച്ച് ആ പ്രവാചകനെ പിൻപറ്റുക. വല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്, 2 സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ആ സൽക്കർമ്മങ്ങളും അടിസ്ഥാനപരമായ 2 കാര്യങ്ങൾ. 1, പടച്ചവനുമായി ബന്ധപ്പെട്ട ആരാധനകൾ, ശരീരം കൊണ്ടുള്ള ആരാധന നമസ്കാരം, സമ്പത്ത് കൊണ്ടുള്ള ആരാധന സക്കാത്ത്, ശരീരവും മനസ്സും കൂടിച്ചേർന്ന ആരാധന നോമ്പ്, സത്യവിശ്വാസവും ശരീരവും മനസ്സും സമ്പത്തും എല്ലാം കൂടിച്ചേർന്ന ആരാധന ഹജ്ജ്, ഇവകളിൽ ഉറച്ചു നിൽക്കുക. വഅമിലുസ്സാലിഹാത്ത്, 2 സൃഷ്ടികളോടുള്ള കടമകൾ പാലിക്കുക. മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ, സമുദായ അംഗങ്ങൾ, അമുസ്ലിം സഹോദരങ്ങൾ, മൃഗങ്ങൾ, വസ്തുവകകൾ, ഇവകളോട് നല്ല നിലയിൽ വർത്തിക്കുക. പ്രധാനമായും 2 വിഭാഗം, ഇതാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ടത്. അമുസ്ലിംകളുമായി ബന്ധം നന്നാക്കുക. നന്മയിൽപ്പെട്ടതാണ്, ഇന്നത് മറന്നുപോകുന്നു. അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കെടുക്കുക. അവർക്ക് സന്തോഷം വന്നു, ആശംസകൾ നേരിൻ. പരീക്ഷയിൽ വിജയിച്ചു, ഏതെങ്കിലും വിജയം അവർക്ക് ലഭിച്ചു, ആശംസ നേരിൻ, ആത്മാർത്ഥമായി നേരിൻ. അവർക്ക് ദുഃഖങ്ങൾ വല്ലതുമുണ്ടായി അനുശോചനം രേഖപ്പെടുത്തിൻ, സമാധാനിപ്പിക്കിൻ, സമാധാനത്തിന്റെ വജസ്സുകൾ പറയിൻ. വല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്. രണ്ടാമതായി ഈ സൂറത്തിന്റെ നൂൽക്കെട്ട്, ഈ അധ്യായത്തിന്റെ അടിസ്ഥാന സന്ദേശം, ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറിൻ, ഭർത്താക്കന്മാരോട് നല്ല നിലയിൽ വർത്തിക്കിൻ. പടച്ചവൻ അവന്റെ നാമത്തിൽ നൽകിയ ബന്ധമാണ്. ഇണയെ ആദരിക്കൻ, അവരെ നിന്ദിക്കാതിരിക്കൻ, നിസ്സാരപ്പെടുത്താതിരിക്കൻ, അവർക്ക് നന്ദി രേഖപ്പെടുത്തിൻ, അവർക്ക് വേണ്ടി പടച്ചവനോട് പ്രാർത്ഥിക്കിൻ, നല്ല വാക്കുകൾ പറയിൻ, അവരുടെ തെറ്റുകുറ്റങ്ങളെ മാപ്പാക്കിൻ. ഭാര്യയിൽ നിന്ന് വീഴ്ച സംഭവിച്ചു, മാപ്പ് കൊടുക്കിൻ. ഭർത്താവിൽ നിന്ന് വീഴ്ച സംഭവിച്ചു, പൊരുത്തപ്പെട്ടു കൊടുക്കിൻ. ആരോടും പറയാതിരിക്കിൻ. പ്രത്യേകിച്ചും മാതാപിതാക്കളോടും സഹോദരങ്ങളോടും പറയാതിരിക്കിൻ. 1 2 ആകും, 2 4 ആകും, 4 8 ആകും, ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. അവസാനം യഥാർത്ഥ ഒന്നായ ഭാര്യയും ഭർത്താവും 2 ആയിത്തീരും. വല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്. അതുപോലെ ബഹുമാനപ്പെട്ട കുടുംബക്കാരെ, മാതാപിതാക്കളെ, വധൂവരന്മാരുടെ സുഹൃത്തുക്കളെ, ബന്ധുക്കളെ, മിത്രങ്ങളെ, സ്വാഭാവികമായും ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ പ്രശ്നം വന്നാൽ നിങ്ങളത് രൂക്ഷമാക്കാതിരിക്കും. ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് ആ ബന്ധത്തെ നാശമാക്കാതിരിക്കും. മറിച്ച് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞതുപോലെ യോജിപ്പിന് വേണ്ടി പരിശ്രമിക്കും. യോജിപ്പുണ്ടായി വലിയ കൂലി, യോജിപ്പുണ്ടായില്ല എന്നാലും നിങ്ങൾക്ക് വലിയ കൂലി.
والذين آمنوا وعملوا الصالحات سندخلهم جنات تجري من تحتها الأنهار. ഇങ്ങനെ സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ എന്ത് കിട്ടും? അള്ളാഹു പറയുന്നു, നാം അവരെ ആനയിച്ച് പ്രവേശിപ്പിക്കുന്നതാണ് സ്വർഗീയ ആരാമങ്ങളിൽ, സമുന്നതമായ ആരാമങ്ങളിൽ. തജ്രീമിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ അടിവാരങ്ങളിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഖാലിദീന ഫീഹാ അബദാ, അതിലവർ കാലാകാലം താമസിക്കുന്നതാണ്. ഈ ലോകത്തെ ഏതാനും വർഷങ്ങളല്ല, കാലാകാലം കഴിയുന്നതാണ്. വഅദല്ലാഹി ഹഖ്ഖാ, ഇത് പടച്ചവന്റെ സത്യസന്ധമായ വാഗ്ദാനമാണ്, സത്യസന്ധമായ വാഗ്ദാനമാണ്. വമൻ അസ്ദഖു മിനല്ലാഹി ഖീലാ, അല്ലാഹുവിനേക്കാളും സത്യം പറയുന്നവൻ വേറെ ആരാണുള്ളത്? ആകയാൽ പ്രിയപ്പെട്ട ദാസന്മാരെ, നിങ്ങൾ വെറും ഭാഷി കാരണം നിരീശ്വരവാദത്തിലേക്കും ബഹുദൈവാരാധനയിലേക്കും പാപങ്ങളിലേക്കും ചാടുന്നതിന് പകരം സത്യവിശ്വാസത്തിന്റെയും സൽക്കർമ്മത്തിന്റെയും ശാദ്വല തീരത്തേക്ക് വരിൻ, ശീതളച്ചായയിലേക്ക് കടന്നു വരിൻ. അങ്ങനെ സത്യവിശ്വാസം സ്വീകരിക്കുകയും അതിന്റെ പ്രേരണയനുസരിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവനത്തെ മുഴുവനും നന്നാക്കുകയും ചെയ്തവർക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നു, പടച്ചവനേക്കാളും വാഗ്ദാനം സത്യമായി പുലർത്തുന്നവരാരുമില്ല. അങ്ങനെയുള്ളതായ ആളുകൾക്ക് പടച്ചവൻ സമുന്നതമായ സ്വർഗീയ അനുഗ്രഹങ്ങൾ നൽകുന്നതാണ്. സ്വർഗീയ ആരാമങ്ങളും അരുവികളും, അതിലവർ കാലാകാലം കഴിയുന്നതാണ്. എന്നുമെന്നും സന്തോഷത്തിലായിരിക്കുന്നതാണ്, എന്നുമെന്നും ആഹ്ലാദത്തിലായിരിക്കുന്നതാണ്. കൂടാതെ അവരുടെ ഇഹലോകവും സന്തോഷത്തിലാകും, സംതൃപ്തിയിലാകും, സമാധാനത്തിലാകും. കുറെ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമെല്ലാം ഉണ്ടെങ്കിലും ഇഹലോകത്തും സംതൃപ്തി. സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിച്ചല്ലോ, നമസ്കരിക്കാൻ കഴിഞ്ഞല്ലോ, നോമ്പ് പിടിക്കാൻ കഴിഞ്ഞല്ലോ, ഇണയുമായി നല്ല ബന്ധത്തിന് സാധിച്ചല്ലോ, അമുസ്ലിമുകളെ സേവിക്കാൻ കഴിഞ്ഞല്ലോ. അള്ളാഹു നമുക്ക് ഈ ഉന്നതമായ ഗുണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അതിന്റെ പ്രതിഫലവും നൽകുമാറാകട്ടെ.